സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. ജി സഞ്ജുവാണ് ക്യാപ്റ്റൻ. കിരീടം നേടാൻ ടീം സജ്ജമെന്ന് പരിശീലകൻ ഷഫീഖ് ഹസൻ 24-നോട് പറഞ്ഞു. കഴിഞ്ഞ തവണ തലനാരിഴയ്ക്ക് നഷ്ടമായ കിരീടം നേടുമെന്ന് ക്യാപ്റ്റൻ സഞ്ജുവും വ്യക്തമാക്കി. റിപ്പോർട്ടോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. പ്രേക്ഷകർക്ക് ശുഭരാത്രി. സന്തോഷ് ട്രോഫിയിൽ വലിയ പ്രതീക്ഷയോടെയാണ് കേരളം ഇത്തവണ ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണത്തെ ഫൈനലിലെ നിരാശ ഇത്തവണ കപ്പ് ഉയർത്തി അതിനൊക്കെ തന്നെ ഒരു മാറ്റം വരുത്താം. സന്തോഷത്തോടുകൂടി തന്നെ അസമിൽ നിന്ന് മടങ്ങാമെന്ന പ്രതീക്ഷയിലാണ്. നമ്മുടെ ടീം സെറ്റാണ്. പരിശീലകൻ ഷഫീഖ് ഉണ്ട്. എന്തായാലും ഒപ്പം തന്നെ ക്യാപ്റ്റൻ സഞ്ജുവിന് രണ്ടാം തവണയാണ് വീണ്ടും ക്യാപ്റ്റൻ ആവാനുള്ള നിയമം. കോച്ചിൽ നിന്ന് തന്നെ തുടങ്ങും. കോച്ച്, എങ്ങനെയാണ് നമ്മൾ സെറ്റല്ലേ? നമ്മുടെ മാച്ച് വരുന്നത് പഞ്ചാബുമായിട്ടാണ്. അപ്പോൾ സെറ്റല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് തോന്നുന്നത് അത് ഞങ്ങൾ പറയേണ്ടത് ഓക്കെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സെറ്റാവണം. ഒപ്പം തന്നെ ടീമിൽ ഇത്തവണ SLKയിലൊക്കെ തന്നെ കളിച്ച് വലിയ രീതിയിൽ പ്ലന്റി ഓഫ് എക്സ്പീരിയൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഒരു ഇത് കിട്ടിയിട്ടുണ്ട് തന്നെയാണ് താരങ്ങൾ വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഗുണം ചെയ്യുമെന്ന് തന്നെ കരുതുന്നുണ്ട്. അതെ, തീർച്ചയായും അത് ഗുണം ചെയ്യും. ഇനി നമുക്ക് പെർഫോമൻസ് ആണ് വേണ്ടത്. മാച്ചുമായിട്ട് അവർ ഒപ്പോണൻറ്റിനെ എങ്ങനെ കളിക്കുന്നു, അവരെക്കാൾ ബെറ്ററായി കളിക്കുക, നമുക്ക് കിട്ടുന്ന ചാൻസുകൾ സ്കോർ ചെയ്യുക. സഞ്ജു, കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ ഒരു കിരീടമാണ്. തവണ നമ്മൾ എന്തായാലും നേടിയെടുക്കാൻ നമ്മൾ പരമാവധി അല്ലെങ്കിൽ എല്ലാ തരത്തിലും നമ്മൾ സജ്ജമായി വരുന്നതാണ്. വിൻ ചെയ്യുക എന്നുള്ളൊരു ഇത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണതും. അതിന് വേണ്ടിയിട്ട് ഇനിയും നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്ട് അത് ചെയ്യും. അവിടെ ചെന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് കരുതി. ഓക്കെ, മികച്ച ടീമിനൊപ്പം തന്നെ ഇത്തവണ ഒരു മികച്ച പരിശീലക സംഘം കൂടിയാണ്. അതിൽ ആദ്യം പ്രധാനി KT ചാക്കോ, സന്തോഷ് ട്രോഫി താരം, അന്താരാഷ്ട്ര താരം. ഇത്തവണ ഗോൾ കീപ്പിംഗ് ഒക്കെ തന്നെ കുറച്ചുകൂടെ കരുത്തുറ്റാക്കുന്ന തരത്തിൽ നമ്മളാൽ കഴിയുന്ന എല്ലാ പരിശീലനവും നൽകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പം 22 പ്ലേയേഴ്സിനെ കിട്ടി, 3 നല്ല ഗോൾ കീപ്പേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഇനി അവരെ നമ്മൾ ഇനി മാച്ചിന് വേണ്ടി ആണ് ചുരുക്കി കൊണ്ടുവന്ന് നമ്മൾ കപ്പ് നേടുക ഉള്ളതാണ് ലക്ഷ്യം. ഒപ്പം തന്നെ മുൻ സന്തോഷ് ട്രോഫി താരം എബിൻ റോസ് ഉണ്ട്. എബിൻ ചേട്ടാ, എന്തായാലും ഈ പറഞ്ഞ പോലെ ടീമിന് ഏറ്റവും നല്ല കോച്ചിനൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നമുക്ക് ഏറ്റവും മികച്ച ടീമിനെ ഒരുക്കുന്നതിൽ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനി അതൊരു കപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ടീമാണ്. ശരിക്കും നല്ലൊരു പരിശീലകൻ, വളരെ ലക്കായിട്ട് കാണുന്നു. അതിനോടൊപ്പം തന്നെ ഇത്തവണ സന്തോഷ് ട്രോഫി നേടും എന്ന് ഉറച്ച പ്രതീക്ഷയുണ്ട്. ഉറച്ച പ്രതീക്ഷയിലാണ് താരങ്ങളൊപ്പം തന്നെ പരിശീലകരും. എന്തായാലും സന്തോഷത്തോടുകൂടി തന്നെ അസമിൽ നിന്ന് നമുക്ക് നമ്മുടെ ടീമിന് മടങ്ങാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.